ആരാധകർ ഏറെയുള്ള നടിയായിരുന്നു രോഹിണി. വിവാഹശേഷം സിനിമകളിൽ നിന്ന് വിട്ടുനിന്ന നടി പിന്നീട് വീണ്ടും സിനിമാ മേഖലയിൽ സജീവമായിരുന്നു. മലയാളത്തിലുൾപ്പെടെ മികച്ച അമ്മ വേഷങ്ങളും രോഹിണി അഭിനയിച്ചിട്ടുണ്ട്. തമിഴ് നടൻ രഘുവരനെയായിരുന്നു രോഹിണി വിവാഹം ചെയ്തിരുന്നത്. 7 വർഷം നീണ്ട വിവാഹബന്ധത്തിന് ശേഷം ഇരുവരും പിരിഞ്ഞു. രഘുവരനെ കുറിച്ച് നടി രോഹിണി പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. തന്നെ ജോലിക്ക് വിടുന്നതിൽ രഘുവരന് താല്പര്യമുണ്ടായിരുന്നില്ല എന്നും ഭാര്യ തന്റെ സംരക്ഷണത്തിലായിരിക്കണമെന്ന മാനസിക ചിന്തയായിരുന്നു അദ്ദേഹത്തിനെന്നും രോഹിണി പറഞ്ഞു. രഘുവരൻ ഒരിക്കലും എന്റെ സിനിമാ ജീവിതത്തെ പിന്തുണച്ചിട്ടില്ല. ഞാനും ജോലി ചെയ്യണം എന്ന് ഒരിക്കലും അദ്ദേഹം വിചാരിച്ചിട്ടില്ല. ഞാനൊരു ഹൗസ് വൈഫ് എന്ന രീതിയിലാണ് രഘു പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് തന്നെയാണ് വിവാഹം കഴിഞ്ഞതോടെ കരിയറിൽ നിന്ന് ബ്രേക്ക് എടുത്ത് 7 വർഷം സിനിമകളില്ലാതെ മാറി നിൽക്കാൻ കാരണം. അങ്ങനെ ഒരു ചുറ്റുപാടിലാണ് രഘു ജീവിച്ചത്. അവരുടെ കുടുംബത്തിൽ സ്ത്രീകളാരും പുറത്തുപോയി ജോലി ചെയ്യുന്നില്ല. അദ്ദേഹത്തിനും ഒരു പെണ്ണ്, എന്റെ ഭാര്യ എന്റെ സംരക്ഷണത്തിലായിരിക്കണം എന്ന മാനസിക ചിന്തയായിരുന്നു. അതിൽ നിന്ന് പുറത്തു കടക്കാൻ എനിക്ക് കുറച്ചധികം സമയമെടുത്തു. അത്രയും പോരാടിയാണ് പിന്നീട് ഞാൻ തിരിച്ചു വന്നതും സിനിമ സംവിധാനം ചെയ്തതുമെല്ലാം. 52 വർഷങ്ങളോളമായി ഞാൻ ഇൻഡസ്ട്രിയിലുണ്ട്. 7 വർഷം മാത്രമാണ് ഞാൻ രഘുവരൻ എന്ന മനുഷ്യനൊപ്പം ജീവിച്ചത്. തീർച്ചയായും അദ്ദേഹം എന്റെ മുൻ ഭർത്താവായിരുന്നു. എന്റെ കുട്ടിയുടെ അച്ഛനാണ്. പക്ഷേ എന്റെ സിനിമാ ജീവിതം, ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും രഘുവരൻ എന്ന ഒറ്റ മനുഷ്യന്റെ പേരിൽ ആശ്രയിച്ചിരിക്കുന്നതിൽ വേദനയുണ്ട്. 7 വർഷം ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ച കാലത്തെക്കുറിച്ചും വേർപിരിഞ്ഞതിനെ കുറിച്ചുമെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്റെ സിനിമകളെ കുറിച്ച് ചോദിക്കൂ, എന്നെ കുറിച്ച് ചോദിക്കൂ എന്നാണ് ഞാൻ ഇപ്പോൾ പറയാറുള്ളത്. ഒരു വ്യക്തി എന്ന നിലയിലും ഒരു അഭിനേത്രി എന്ന നിലയിലും ഞാൻ അത് അർഹിക്കുന്നു. എനിക്ക് വേണ്ടി ഒരു അടയാളപ്പെടുത്തൽ ഉണ്ടായിരിക്കണം. 1996 വിവാഹിതരായ രഘുവരനും രോഹിണിയും 2004 വേർപിരിഞ്ഞു. ഋഷിവരൻ എന്നാണ് ഇവർക്ക് ജനിച്ച മകന്റെ പേര്. വിവാഹമോചനം നേടി കുറച്ചു വർഷങ്ങൾക്ക് ശേഷം രഘുവരൻ മരിച്ചു. 49ാമത്തെ വയസ്സിലാണ് രഘുവരൻ മരിച്ചത്. അമിതമായ മദ്യപാനം കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.